എടി ഇന്നലെ ഞമ്മള് വീഡിയോ എടുത്തില്ല, അത് ഞാൻ പോസ്റ്റ് ചെയ്തില്ലേന്ന് കേട്ടോ. പിന്നെ ആയിട്ട് എല്ലാരും ചോദിക്കാണേ ഇന്നലെ ജാസു എന്താണ് ബർത്ത്ഡേ ആയിട്ട് വന്നില്ലേ. ഞാൻ തിരക്കല്ലേ ആടി ഞാൻ തിരക്കില്ലേന്ന്. അപ്പോൾ പിന്നെ ചേച്ചിന്റെ മോള് ഗിഫ്റ്റും കൊണ്ടുവന്ന് പിന്നെ ഇവിടെ തിരക്കൊക്കെ പാടായടി. ഗിഫ്റ്റ് തന്നെ ഇന്നലെ തരാഞ്ഞേ അത് ഞാനേ ഇന്നലത്തെ വേറെ രസല്ലേന്നില്ലേ. അപ്പൊ ഞാന് മാറ്റിച്ച് തന്നെ ഇതിന് കണ്ടാ ചെറിയ സാധനാണ് വാങ്ങിയതിക്കാൻ പറഞ്ഞില്ലേ ഗിഫ്റ്റ് ഒന്നും വാങ്ങണ്ടവളെ. ഞാൻ ഗിഫ്റ്റ് തരാതൊക്കെ അവളെ എന്നാലെടി ഞാൻ പറഞ്ഞില്ല എന്നടി എന്നോട് ഗിഫ്റ്റ് വേണ്ടാന്നൊക്കെ. ഞാൻ വാങ്ങിയിരുന്നു തന്നെ എടുത്ത് കൊണ്ടുവന്ന് ഞാനിതാ എന്ത് രസം കാണാനോ. അതങ്ങനെയാണ് കേട്ടല്ല നല്ല സായനോട് ഒരു പറഞ്ഞു ഫാൻസിക്കാര് സ്വർണ്ണം ചിങ്ങട്ട് വാങ്ങിയോണ്ടോ. എന്നാലടി ഇത് നല്ല രസമുണ്ട്. എന്റെ കണ്ണിൽ ഇത് ഡയമണ്ടാണ്. തന്നെ എനിക്ക് ഡയമണ്ടാ. അപ്പയ്ക്കും ഡയമണ്ടാണ്. താങ്ക് യു ഡി. നല്ല ഗിഫ്റ്റ് ഒന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലേ. വാങ്ങണം ചെയ്യും തന്നെ. പിന്നെ എന്റെ ബർത്ത്ഡേ ആണെങ്കിൽ കഴിഞ്ഞു ചെയ്തു. അപ്പൊ അടുത്ത എന്റെ ബർത്ത്ഡേക്ക് 1.5 പവൻ ഞാൻ തരണ്ടല്ലോ. 1.5 പവനോ? പവനൊന്നും വെച്ച് വേണ്ട, പവനൊക്കെ എന്റെ അടുത്തുണ്ടല്ലോ. തന്നെ ഇവിടെ എത്രക്ക് വേണ്ടിയപ്പോ പിന്നെ കേക്ക് മതി. തന്നെ കേക്ക് തിന്നാൻ കിട്ടച്ച കേക്ക് ഉണ്ടാവും. മധുരം പറ്റില്ല. പിന്നെ മധുരം ഒത്തിരി മധുരം തിന്നുമ്പോ നമുക്കവിടെ പോയി കേക്ക് തന്നെ. അപ്പൊ അമ്മയുടെ വേണ്ട ജ്യൂസോ ഇവിടെ കുറിച്ച് ജ്യൂസ് എന്റെ മക അമ്മ ടീപ്പട്ടി ഉണ്ടാകുമ്പോ നമ്മളെന്തിനാ വേറെ എന്നാ ചായ അടിക്കട്ടോ. ഇന്നടി കൊറേ ആൾക്കാർ നമ്മളെ കാണാൻ വന്ന്. ഞാൻ രാവിലെ അരീക്കോടിക്ക് വന്നപ്പോ ആ ചേച്ചി സമ്പു ചേച്ചി. ഇപ്പൊ നമ്മളെ കടയ്ക്ക് 2 പെൺകുട്ടികൾ വന്നില്ലേ. ഇപ്പൊ ഞാൻ പോന്നപ്പോഴും ഉണ്ട് 3 എന്റെ ബാക്കിൽ തന്നെ. അത് കാണുമ്പോ ഞമ്മക്ക് സന്തോഷല്ലേ. ഞങ്ങക്ക് സന്തോഷം തന്നെയാണ്. ഇത് കുയിന്തുള്ള ആൾക്കാരില്ലേ നമ്മളെ ഫാമിലിയിൽ പോയാല്. എന്റെ അമ്മയ്ക്ക് ഭ്രാന്തായോ? ഓരോരുത്തർ എന്റെ ജാസ്മിന് ഭ്രാന്തായോ? എന്റെ വീട്ടിൽ ചേച്ചിമാരോടൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ എന്റെ ജാസ്മിന് ഭ്രാന്തായോ, സംഭൂന് ഭ്രാന്തായോ. ഇതൊന്നും ചെയ്യാൻ കഴിയാത്തൊരു പാട് ആൾക്കാരുണ്ടാവില്ല. വളരെ ഞങ്ങക്ക് കുയിന്ത് ഞങ്ങൾക്ക് ഇതിലൊന്നും കൊലിക്കല്ല. ഞങ്ങളേറ്റ കുലുങ്ങൂല്ല. നിങ്ങൾ എത്രത്തോളം നെഗറ്റീവ് പറയണോ അതിനൊക്കെ സംഘവും ജാസും പോസിറ്റീവായിട്ടേ ചിന്തിക്കൂലേ. പിന്നെ ഞങ്ങളെ ഫാമിലിയിൽ നിന്ന് പോയി പറഞ്ഞു കൊടുക്കാൻ നിൽക്കണ്ടോ. ഓലൊക്കെ ഞങ്ങളെ വീഡിയോ കാണണോല്ലോ. ഞാനിപ്പോ നിങ്ങളെ താക്കിയതൊന്നും വേണ്ടട്ടോ. നിങ്ങളെ കാര്യം ഇങ്ങോട്ട് നോക്കിക്കോളി. ഇമ്മീത്താരെ പുതിയൊരു മെസ്സേജിന് അവൻകുട്ടി അല്ലേ, ഞങ്ങളൊരു ആരാധക അല്ലേ, ആരാധിക. നമ്മളെ വീഡിയോ കൊറേ ആൾക്കാർ കണ്ടിട്ടുണ്ട് തന്നെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഇപ്പൊ ഈ ഡയമണ്ടിന്റെ കമ്മലൊക്കെ തന്നില്ലേ. കൊറേ പൈസ ആയി. എത്ര പൈസ തന്നെ. അപ്പൊ ഞാൻ എന്റെ ബർത്ത്ഡേ തന്നെ സ്നേഹിക്കാൻ എന്നോടുണ്ടടി. ചായ അടിച്ചില്ലേ? ജ്യൂസാണോ? ചായ 10 രൂപ. അത് 20 രൂപയ്ക്ക് എവിടുന്ന കിട്ടും? 10 രൂപ ചായ തന്നില്ല. എനിക്ക് ഞാൻ 100 രൂപയുടെ കമ്മൽ തന്നെ.